ഹായ്. പാണ്ഡ്യരാജ് സംവിധാനവും രചനയും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ പരിമള ആൻഡ് കോ എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ ജയറാം, ഊർവശി, യോഗി ബാബു, അനന്തിക, സുനിൽകുമാർ, സഞ്ജന കൃഷ്ണമൂർത്തി, സാൻഡി, മിസ്കിൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഊർവശിയും ജയറാമിൻ്റെ കോംബോ, രണ്ട് പേരുടെ കോമഡി ഐറ്റംസ് കാര്യങ്ങളൊക്കെ. ജയറാം നമ്മൾ മലയാള സിനിമയിലൊക്കെ ഒരുപാട് പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ഐറ്റം സാധനങ്ങളൊക്കെ, അതേപോലെ തന്നെ ഊർവശി ഒരു രക്ഷയില്ല. മൂപ്പരൊക്കെ വീണ്ടും പിന്നെ ഭയങ്കരമായിട്ട് അഭിനയത്തിൻ്റെ മികവ് കാണിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഈ ഒരു സിനിമ. ഇതിൽ ബാക്കി അഭിനയിച്ചിട്ടുള്ള, അതായത് ജയറാമിൻ്റെ മക്കളായിട്ട് അഭിനയിച്ചിട്ടുള്ള രണ്ട് കൊച്ചുങ്ങളാണെങ്കിലും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. യോഗി ബാബു ആണെങ്കിലും ഒരു ബോറല്ലാത്ത കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ സാൻഡി അത്യാവശ്യം കുറച്ച് വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ലൊരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മിസ്കിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതായത് ആക്ടറിനാണ് ആ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുള്ളത്. അതായത് ഒരുവിധം ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോമഡിയാണ്. കോമഡിയുടെ ഉള്ളിലൂടെ കുറച്ച് ഒരു ത്രില്ലറും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഒരു സീന് പോലും ബോറടിച്ചൊന്നുമില്ല. നല്ല അടിപൊളി BGMഉം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ത്രില്ലിങ്, അതായത് ഒരു സസ്പെൻസ് സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ജയറാമിൻ്റെ ഫാമിലിയിൽ ഒരു ഇഷ്യൂ വരുന്നു, നമ്മൾ ദൃശ്യം സിനിമയിൽ കണ്ട പോലെ ഒരു ഇഷ്യൂ വരുന്നു. ആ ഇഷ്യൂവിൽ വരുന്ന ആ ഒരു വ്യക്തി മരണപ്പെടുന്നു. അപ്പോൾ വീട്ടിലുള്ള ഈ 4 ആൾക്കാർ, അതായത് ജയറാം, ഊർവശി, പിന്നെ 2 മക്കൾ, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുകയാണ് ആരായിരിക്കും കൊന്നിട്ടുണ്ടാവുക. അച്ഛനായിരിക്കുമോ, അമ്മയായിരിക്കുമോ, അല്ലെങ്കിൽ 2 മക്കളിൽ ആരെങ്കിലും ആയിരിക്കുമോ കൊന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു ഡൗട്ട് ഇവരിൽ എല്ലാവരിലും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന കുറേ കോമഡി സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, ഊർവശിയുടെ ടൈമിംഗ് ആണ്, ഓരോ കോമഡി വരുന്ന ടൈമിംഗ് ഒക്കെ നമുക്ക് ശരിക്കും നല്ല ഒരു ഒരു റിലാക്സിങ് ഫീൽ കിട്ടുന്ന ഒരു നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ജയറാം ആണെങ്കിലും പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ സസ്പെൻസ്, ആരാണ് കൊന്നതെന്നുള്ള രീതിയിലുള്ള ഒരു ഇത് വരുന്നുണ്ട്. ആ ഒരു സസ്പെൻസ് നമുക്ക് മനസ്സിലായതിന് ശേഷം അതുണ്ടാവാനുള്ള സാഹചര്യം, അതായത് ആ ഒരു കൊലക്ക് പിന്നിലുണ്ടായിരുന്ന ഒരു സാഹചര്യവും കാണിച്ചു തരുന്നത്. അത് ഒരു നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് പക്ഷേ ഈ ഒരു സമയം വരെ നമുക്ക് ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്നുള്ള ഒരു ടെസ്റ്റാണ് ഈ ഒരു സിനിമയിൽ തന്നിട്ടുള്ളത്. അതുപോലെ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരുന്ന രീതിയിൽ കൂടെയാണ് ഈ സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലെ ലാസ്റ്റ് സീനും എടുത്തു വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നല്ല രസകരമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പരിമള എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും പറയാം, എനിക്ക് ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കാറുണ്ട്. അല്ലെങ്കിൽ ജയറാമിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന തമിഴിൽ മൂപ്പരാൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരുമാതിരി തല്ലിപ്പൊളി ക്യാരക്ടറൊക്കെ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ ഇത് നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല ഫണ്ണിയാണ്. അതാണ്, ജയറാം ആണെങ്കിലും ഊർവശി ആണെങ്കിലും 2 മക്കളാണെങ്കിലും നല്ല രസകരമായിട്ട് ഫണ്ണി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. നിങ്ങൾ എത്ര ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാണാത്തിട്ടുണ്ടെങ്കിൽ തമിഴ് സിനിമ ഇഷ്ടപ്പെടുന്ന, അതിൽ തമിഴ് സിനിമ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കോമഡി രീതിയിൽ കണ്ട് ത്രില്ലിംഗ് ആയിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ നമ്മുടെ സാൻഡിക്ക് ഒരു വില്ലൻ ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങേര് കുറച്ച് സീനേ ഉള്ളൂ, പക്ഷെ ആ ഉള്ള സീനാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങേർക്ക് കൊടുത്തിട്ടുള്ള ഒരു ആക്ഷൻസ് സാധനങ്ങളൊക്കെ, അതായത് മുഖഭാവവും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. വില്ലൻ ക്യാരക്ടറിലോട്ട് വരുമ്പോൾ സാൻഡി പൊളിയാണ്. പിന്നെ നമ്മുടെ യോഗി ബാബുവിൻ്റെ കാര്യം തന്നെ പറയാം. യോഗി ബാബു ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും സിനിമയിൽ ഒരുമാതിരി സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിലങ്ങനെ ഒരു നമുക്ക് ബോറടിക്കുന്ന രീതിയിലുള്ള പ്രത്യേകിച്ചൊന്നും ഈ സിനിമയിലില്ല. എല്ലാം നമുക്ക് ആ ഓരോ സീൻ ബൈസ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സീനുകളൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മുടെ സംവിധായകൻ പാണ്ഡ്യരാജ് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു വൃത്തിയും ഈ സിനിമയ്ക്ക് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വരുന്ന BGM ആണെങ്കിലും നല്ല രസമുണ്ട്. ഇടയ്ക്ക് ഇതിലെ കോമഡി കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വീണ്ടും ചിരി വരുന്നുണ്ട്. ജയറാമിൻ്റെ തങ്കച്ചിയോ ആരോ മരിച്ചു പോയ സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് കോമഡി ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡയലോഗ് ഡെലിവറീസ്, അബദ്ധത്തിൽ വരുന്ന കുറേ കോമഡി ഐറ്റംസുകളുണ്ടല്ലോ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സിനിമ
എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമഡി ത്രില്ലർ സിനിമ തന്നെയാണ്. ജയറാം ആണെങ്കിലും ഉർവശി ആണെങ്കിലും എല്ലാവരും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.